താനൂരിൽ ഇടതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ CPM നീക്കം. പ്രവാസി വ്യവസായിയും താനൂർ ഓമച്ചപ്പുഴ സ്വദേശിയുമായ മുഹമ്മദ് സമീർ LDFന്റെ സ്ഥാനാർത്ഥിയായേക്കും. മുഹമ്മദ് സമീറുമായി CPM നേതൃത്വം ചർച്ച നടത്തി. ലീഗിലെ അതൃപ്തരെ താനൂരിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം പാളിയതോടെയാണ് മുഹമ്മദ് സമീറിനെ പരിഗണിക്കുന്നത്. സോണൽ കൃഷയുടെ കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ. വി അബ്ദുറഹ്മാൻ എന്ന സ്ഥാനാർത്ഥി മത്സരിച്ച് ഇടത് സ്വതന്ത്രൻ മത്സരിച്ച് വിജയിച്ചൊടുവിൽ മന്ത്രിയായ മണ്ഡലമാണ് താനൂര്. ആ താനൂരിൽ നിന്ന് അബ്ദുറഹ്മാൻ നേരെ പോയത് തിരൂരിലേക്കാണ്. താനൂരിൽ ആ സീറ്റിലേക്ക് ആദ്യം മുസ്ലിം ലീഗിലെ വിമതനെ പരിഗണിച്ചിരുന്നെങ്കിലും ആ നീക്കം പാളിയതിനെ തുടർന്നാണോ ഇപ്പോൾ പുതിയ സ്ഥാനാർത്ഥിയിലേക്ക് CPM നേതൃത്വം എത്തിയിരിക്കുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധം CPM-മായോ ഇടതുപക്ഷവുമായോ? അരുൺകുമാർ, ഇപ്പോഴിതാ കൃത്യമായൊരു പേരിലേക്ക് CPM എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുഹമ്മദ് സമീർ എന്ന് പറയുന്ന താനൂർ സ്വദേശിയാണ്. താനൂർ ഓമച്ചപ്പുഴ സ്വദേശിയാണ്. സംസ്ഥാന AP വിഭാഗവുമായൊക്കെ ഏറെ ബന്ധമുള്ള വ്യക്തിയാണ്. ഇടതുപക്ഷ അനുഭാവി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യക്തിയെ ഇപ്പോഴിതാ താനൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നു LDF സ്ഥാനാർത്ഥിയായിട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വി അബ്ദുറഹ്മാൻ പോയതിന് പിന്നാലെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടി ഒരുപാട് നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയെ ഉൾപ്പെടെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അവരൊന്നും കൈ കൊടുക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഹമ്മദ് സമീറിലേക്ക് ഇത്തരത്തിൽ LDF എത്തുന്നത്, CPM എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും താനൂരിൽ LDF സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ വലിയ ചർച്ച താനൂരിൽ എന്തുകൊണ്ട് LDFന് സ്ഥാനാർത്ഥിയാകുന്നില്ല എന്നുള്ളതാണ്. കാരണം അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മന്ത്രി വി അബ്ദുറഹ്മാനായിരുന്നു. പക്ഷേ അദ്ദേഹം മത്സരിക്കാൻ താല്പര്യം ഇല്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം മൂലം തിരൂര് മത്സരിക്കാമെന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതിന് പാർട്ടി വഴങ്ങുന്നു. അങ്ങനെ താനൂരിൽ നിന്ന് വി അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് പോയ പാടെയാണ് ഒരു പ്രതിസന്ധി താനൂരിനെ സംബന്ധിച്ചുണ്ടാകുന്നത്. അങ്ങനെ പാർട്ടിക്ക് അകത്ത് തന്നെ വലിയൊരു അതൃപ്തി ഈ അബ്ദുറഹ്മാൻ മാറിയതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകളെ, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് ആദ്യഘട്ടത്തിലൊക്കെ CPM സമീപിച്ചിരുന്നത്. അവരൊന്നും കൈകൊടുക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഹമ്മദ് സമീർ എന്ന് പറയുന്ന ഒരു വ്യവസായി, പ്രവാസി വ്യവസായിയാണ്, അദ്ദേഹത്തിന്റെ പേരിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇയാൾ താനൂർ സ്വദേശി തന്നെയാണ്, ഓമച്ചപ്പുഴയാണ് സ്വദേശം. അങ്ങനെയെങ്കിൽ ആ സമീറിലേക്ക് തന്നെ അവസാനം ഈ LDF സ്ഥാനാർത്ഥിത്വം എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഉച്ചയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് CPM-ന്റെ നേതൃത്വം തന്നെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അരുൺകുമാർ, താങ്ക് യു. സോണൽ കൃഷയാണ് വിവരങ്ങൾ നൽകിയത്. അബ്ദുറഹ്മാൻ മാറിയതോടെയാണ് പുതിയ സ്ഥാനാർത്ഥിയെ തേടി CPM-ന് പരിഗണിക്കേണ്ടി വന്നത്. ഇപ്പോൾ മുഹമ്മദ് സമീറിനെയാണ് CPM പരിഗണിക്കുന്നത് സ്വതന്ത്രനായി താനൂരിൽ മത്സരിക്കാൻ.